മീനാ നെയ്മിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതിന് സമൂസക്കുള്ള മസാല ഉണ്ടാക്കി കൊടുക്കുകയാണ്. സമൂസാന്റെ ചിക്കൻ റോള്, ഓക്കെ, ചിക്കൻ മസാല. അപ്പൊ അതിന്റെ പരിപാടികളാണ്. ഓരോരോ ഐറ്റംസ് ഉണ്ടാക്കി കൊടുക്കുകയാണ്. നമ്മളെ ചട്ടിപ്പത്തിരി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, പക്കോടൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ട്. നല്ല വെന്ത പുള, അടിപൊളി പുള പിഴി വെച്ചതാണ്. അടിപൊളി പുളയാണ്, അത് വെന്ത പുള പിഴി വെച്ചാണ്. പിന്നെ ഉടക്കാണ്ട് ഒന്ന് ചൂടാക്കി വച്ചിട്ട് വേണം ഉടക്കാന്. കുറച്ചാല് ഇറച്ചി ഇതും കൊടുക്കുമ്പോ മിക്സ് ആക്കാനുള്ള സുഖമാണ്, ടേസ്റ്റുമാണ്. നല്ലോണം അടച്ചിട്ടേ അടിപൊളിയാക്കി നമ്മൾ മിക്സ് ആക്കും. നല്ല കേറും, നല്ല കായ പോലെ, അതായത് പീസിലില്ലാത്ത രീതിയിൽ മിക്സ് ആക്കും. അതെ, അല്ലാതെ കൈകൊണ്ട് ഒന്ന് വലിഞ്ഞു കഴിഞ്ഞാൽ ചൂടാറി കഴിഞ്ഞാൽ ഉറക്കുകയാണ്. ഇപ്പോഴാ ഉറക്കാൻ ചൂട് ഇതെല്ലാം ഉറങ്ങും. ചട്ടിപ്പത്തിരി മറിച്ചിട്ടാ ഇവര് 5 മിനിറ്റ് നന്നാണ്. ചിക്കൻ മസാല മസാല ഉണ്ടാക്കിട്ടോ ഈ കോഴിയാട്ടോ. മിക്സിയിലോട്ട് ഒന്നാണ് ആക്കിയതാട്ടോ. അതേ കറക്കാൻ കോഴി ജ്യൂസ് ഇട്ടുണ്ട്. കോഴി ജ്യൂസ് പുതിയ പേരുണ്ട്, ചിക്കൻ വെറൈറ്റി ജ്യൂസ്. ആൾക്കാരെ ഇനിയിപ്പോ സാധനങ്ങളൊക്കെ റെഡിയാക്കണം. ഇപ്പൊ ഇരിക്കാനുള്ളൂ. അത് ഞാൻ ചോറ് നിന്നിട്ട് 3 കിലോ ചൂടുണ്ടാവുള്ളൂ. അങ്ങനെ കൊടുക്കണ്ടല്ലോ. ഇവിടെ പൊരിച്ച് വെച്ചിട്ടുണ്ടെങ്കിലും ചൂടുണ്ടാവും. അപ്പൊ തണുത്താണ് കട തുറക്കുമ്പോ നല്ല ചൂടുണ്ടാവുന്ന പ്രതീക്ഷയിലാണ് ആൾക്കാർക്ക്. അപ്പൊ ഒരു 3:30 പൊരിച്ചാൽ ഏകദേശം 3-3:30 ആകുമ്പോൾ തുറക്കാം, നല്ല ചൂടുണ്ടാവും. ഓക്കെ, അപ്പൊ നീ പൊരിക്കുമ്പോഴാണ്. ഓക്കെ, അടുപ്പത്ത് റീബീസ് കഴിച്ച് വെച്ചിട്ടാണ് മക്കളുള്ള അതിനെ പച്ചടി കഴിച്ചു. ഇതിനായിട്ടുള്ള ഉള്ളി കാര്യമൊക്കെ വെട്ടിച്ചാണ് വൈകുന്നേരം തിരക്കിയാണ്. അപ്പൊ വെട്ടിയൊക്കെ വെച്ചാൽ മല്ലിച്ചപ്പും ഇതൊക്കെ. പിന്നെ ചട്ടിപ്പത്തിരിയും ചിക്കറും ഓൾറെഡി റെഡിയാണ്. അത് നേരത്തെ ഉണ്ടാക്കിയ സമയം കുറച്ച് നേരം ഉണ്ടാവില്ല. അപ്പൊ അത് മാത്രം നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ളൂ. ബാക്കിയുള്ളൊക്കെ വന്നിട്ട് കഴിക്കാം. അപ്പൊ മൊത്തം തണുപ്പില്ല. ഇത് അതിനുള്ളില് ലെയറുണ്ടാവേണ്ട എപ്പോഴും ചൂട്. അപ്പൊ ഞമ്മളേ ഭക്ഷണം കഴിച്ചിട്ട് വരാം. ഇവിടെ ബാക്കി പണി നടക്കും. കൊടുത്തിട്ട് ഹോസ്പിറ്റലാണ് പോകുന്നതാണ്. ചോറിന് കാണാൻ കൊണ്ട് വരാനായിട്ട് ഞാൻ പോരും. ചോറൊക്കെ കടങ്ങാണ്ടോ ഉള്ളിൽ അപ്പൊ ഞങ്ങള് ചോറുന്നാൻ പോകണം. ചോറിന്നിട്ട് വരാം. ബാക്കിയുള്ള പൊരിച്ചണിലൊക്കെ എന്ന് നമ്മളോട് പോരാം. നേരം 3:30 തുറക്കാൻ പറ്റും. ദസറ തുറന്നാൽ നല്ല പോയിക്കോട്ടെ നല്ല പോയിക്കോട്ടെ കേട്ടോ. ഞങ്ങൾ മാമുണ്ടാണ്ട് പോകാം. ഓക്കെ, മാമുണ്ട് സ്കെച്ച് ചെയ്യാണ്ടേ പോകാം. എന്നാ അറിയിക്കാണെ മക്കളെ.
അപ്പം ചോറ് വെച്ചെല്ലാണ് വീട്ടിലെത്തി. ചോറ് കഴിച്ചിട്ട് വേണം കടയിലേക്ക് പോകാൻ. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങളും? നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കല്ല കേട്ടോ, ഷെയറും സബ്സ്ക്രൈബൊന്നും മറക്കല്ല കേട്ടോ. അടികൂടെ നടന്നോട്ടെ. അപ്പം ചോറ് വെച്ചിട്ട് അടുത്ത പരിപാടി കടയിൽ, പിന്നെ രാത്രി 10 മണിയാകുമ്പോൾ പോരാൻ ഇവിടെ പോയാൽ. പിന്നെ അതുവരെ നമ്മളെ കച്ചവടം കാര്യമായിട്ട് അങ്ങനെ കൂടും. അവിടെ ഒന്നായിട്ട് തിരക്കില്ലെങ്കിലും അപ്പോഴെപ്പോഴും ഒരു വണ്ടിക്കാരൊക്കെ നിർത്തുമ്പോൾ ചെറിയ തിരക്കുണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു മണിക്കൂർ പിന്നെയും തുടങ്ങും, അതേമാതിരി വരും ആരും. അതിൽ അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ല, പോകുന്നുണ്ട്. നമ്മൾ കൊണ്ടുപോകുന്ന സാധനങ്ങളൊക്കെ ഏകദേശം ചിലവാകുന്നുണ്ട്. അപ്പോൾ ഇനി 3 മണിക്ക് പൊരി തുടങ്ങണം. അപ്പോൾ 2:45 നേരം ചോറ് വെച്ചാൽ ഇരിക്കുകയാണ്. ചോറ് വെച്ച് കഴിഞ്ഞാൽ ഉടനെ അവിടെ നിന്ന് പുറപ്പെടും. ഓക്കെ, അപ്പോൾ ചെറിയ പാട്ട് പാടിയാലോ? കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, വിശന്നുകൊണ്ടിരിക്കുമ്പോൾ പാട്ടുണ്ട്. ആ പാട്ട് പാടിയാലോ? വള നല്ല കുപ്പി വള വാങ്ങിത്തരുന്നാന്, മാല നല്ല കല്ല് മാല വാങ്ങിത്തരുന്നാന്. വള നല്ല കുപ്പി വള വാങ്ങിത്തരുന്നാന്, മാല നല്ല കല്ല് മാല വാങ്ങിത്തരുന്നാന്. വിച്ച വിച്ച ചാമി ഓടിവായോ, 2 കറി കൂട്ടി നല്ല ചോറ് വെപ്പേ. വിച്ച വിച്ച ചാമി ഓടിവായോ, 2 കറി കൂട്ടി നല്ല ചോറ് വെപ്പേ. പൈച്ചിണ്ടോ പൈച്ചിണ്ടോ പൈച്ചിണ്ടോ, പൈച്ചിണ്ടോ പൈച്ചിണ്ടോ പൈച്ചിണ്ടോ. ഓ ഓ ഇതിപ്പോൾ ഞാൻ ചോറേ തുടങ്ങാം. സാധനം കൂട്ടാൻ ചെയ്യണം. ഞാൻ കൂട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്തപ്പോഴാണ് പാട്ടിൻ്റെ ഓർമ്മ വന്നത്. ഞാൻ പാടിയത് അങ്ങനെ പഴയ പാട്ടുകളെ കുറേ ഓർമ്മ വരും. അപ്പോൾ 2 പേര് പാടും. പഴയതെപ്പോഴും ഓൾഡ് ഈസ് ഗോൾഡ് ആണല്ലോ, അപ്പോൾ പാടുന്നതാണ്. പുതിയതൊന്നും ഇപ്പോൾ പാടാൻ കഴിയില്ല. പുതിയത് അത് ചൈനക്കാർക്ക് കയറുണ്ട് മാതിരിയാണ്. അതുകൊണ്ട് ഓരോ അച്ഛമുണ്ടാക്കിയിട്ട് പാടുന്ന പാട്ടുകളാണ്. എന്നിട്ട് പഴയ ഓൾഡ് പാട്ടുകളൊന്നും ആലോചിച്ച് ഞങ്ങൾ ഏതേലും പാട്ട് പാടുമ്പോൾ നമ്മൾ മൂളിപ്പാട്ട് പാടാൻ നിങ്ങൾക്ക് കഴിയും. ഏത് പാട്ടാണ് ഒരു പാട്ട് പാടി, പഴയ പാട്ട് പാടി നമുക്കറിയാം. ആ പാട്ടിൻ്റെ കൂടെ നമ്മളും പാടിക്കൊണ്ടിരിക്കും. മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ, എങ്ങോട്ടാണ് ഈ തിടുക്കം. പേടിയാവില്ലേ നീ തനിച്ചല്ലേ, കൂട്ടിന്നു ഞാനും വന്നോട്ടെ. മിന്നാമിനുങ്ങേ. അവിടെ മണിൻ്റെ പാട്ടാണ്. എത്ര മനോഹരമായിട്ടാണ് പാടിയല്ലേ. ആ പാട്ടൊന്നും ഒരിക്കലും മറക്കാൻ കഴിയില്ല. മണി പോയാലും ആ പാട്ട് കുറേ വർഷങ്ങൾ കഴിഞ്ഞാലും ഇപ്പോഴത്തെ തലമുറകൾക്കും ആ പാട്ട് ഇഷ്ടമായിരിക്കും. അതാണ് ആ പാട്ടിൻ്റെ പ്രത്യേകത. ഇപ്പോഴത്തെ ഏതെങ്കിലും പാട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇപ്പോൾ എന്തെല്ലാം പാട്ടുകൾ ഇറങ്ങി.